തിരുവനന്തപുരത്തുണ്ടല്ലോ ഇന്നലെ രാത്രിയിലെ മഴയിലും കാറ്റിലും 42 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അരുവിക്കര ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾക്ക് ഇന്ന് ക്രമേണ 100 സെന്റിമീറ്റർ ഉയർത്തും. അമൽ തേനമ്പറമ്പിൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അമൽ, ഡാം കൂടി 100 സെന്റിമീറ്റർ ഉയർത്തുന്നതോടെ ആ വെള്ളം കയറാനുള്ള സാധ്യതയും എത്രത്തോളമാണ്? ഒപ്പം മഴയുടെ ഇന്നത്തെ സ്ഥിതി, അതേക്കുറിച്ചുകൂടി വിശദാംശങ്ങൾ നൽകുക അമൽ. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. കാര്യമായ മഴ പെയ്യുന്നില്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ മലയോര മേഖലയിലെ പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനടക്കമുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ നിന്ന് ചാക്ക ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന വഴിയിലാണുള്ളത്. അവിടെ നേരത്തെ വെള്ളക്കെട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വെള്ളക്കെട്ട് പൂർണ്ണമായും ഇപ്പോൾ മാറിയിട്ടുണ്ട്. ശക്തമായ തിരമാല ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിലവിൽ എന്തായാലും അല്പം മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇടവിട്ട് വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാവുകയും അത് റെഡ് അലർട്ടായി മാറുകയും ചെയ്തത്. അതിശക്തമായ കാറ്റും ഇന്നലെ വീശി. തലസ്ഥാന നഗരിയുടെ പലയിടങ്ങളിലായി മരം കടപുഴകി വീണിരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും പലയിടങ്ങളിലും മരം വീണ വീടുകൾക്കും മറ്റും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. 42 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്. അതിൽ പല വീടുകളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുമുണ്ട്. മലയോര മേഖലയിലാണ് ആ പ്രശ്നം കൂടുതലായി നിലനിൽക്കുന്നത്. ഇപ്പോഴെന്തായാലും മഴ മാറി നിൽക്കുന്നു. വരും മണിക്കൂറുകളിൽ എങ്ങനെയാകും എന്നുള്ളത് കണ്ടറിയണം. വരുന്ന 3 മണിക്കൂറത്തെ മുന്നറിയിപ്പ് അനുസരിച്ചാണ് എങ്കിൽ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകും. യെല്ലോ അലർട്ട് തന്നെയാണ്. അലർട്ടിൽ മാറ്റമുണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മഴ തുടർന്ന് നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ തലസ്ഥാന നഗരിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിനുള്ള സാഹചര്യവുമുണ്ട്. ഇപ്പോൾ പക്ഷേ മഴ തോർന്നു നിൽക്കുന്നതിനാൽ എല്ലായിടങ്ങളിലെയും വെള്ളം വലിഞ്ഞു പോയിട്ടുണ്ട്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ ശുചീകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പല പ്രദേശങ്ങളും നമ്മൾ പല മഴക്കാലത്തും കണ്ടതാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അങ്ങനെ ശുചീകരണം നടത്തിയതായോ നടത്തിയില്ല എന്നതോ സംബന്ധിച്ച്? മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അത് നടന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിൽ മുങ്ങുന്ന അവസ്ഥയുണ്ടായേനെ. ഇത് പക്ഷേ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് വെള്ളം അധിക സമയം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നില്ല, വെള്ളം ഒലിച്ചു പോകുന്നു. നമ്മൾ നേരത്തെ ചാക്കയിൽ കണ്ടതാണ്, വലിയ വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അവിടെ വെള്ളമില്ല. മാനവീയത്തിൽ ഇന്നലെ വെള്ളം വന്നു. പക്ഷേ ഒരു മണിക്കൂർ മഴ മാറി നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ മഴ മാറി നിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഒലിച്ചു പോകുന്നൊരവസ്ഥ അവിടെയും ഉണ്ട്. പക്ഷേ ആ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും അതുപോലെ തന്നെ തുടർന്നു പോയില്ല എങ്കിൽ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടതാണ്, മഴ വരാൻ താമസിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ കാലവർഷം എത്തുന്നതിന് ഏകദേശം ഒരു 10-25 ദിവസം മുൻപേ പൂർത്തീകരിച്ചു. പക്ഷേ അതിനുശേഷം മഴ എത്താൻ വൈകി. അപ്പോൾ മഴ എത്തിയപ്പോഴേക്കും വീണ്ടും മാലിന്യങ്ങൾ ഈ ഓടയിലേക്ക് എത്തി അവിടെ കുന്നുകൂടുന്ന സാഹചര്യമുണ്ടായി. പിന്നെ മഴ വന്നപ്പോൾ വെള്ളത്തിന് ഒഴുകി പോകാൻ ഒരു സ്ഥലവുമില്ലാതെ തിരുവനന്തപുരം നഗരം ആകെ വെള്ളക്കെട്ടായത് നമ്മൾ കണ്ടതാണ്. ആ ഒരു അവസ്ഥ ഇത്തവണ ആവർത്തിക്കില്ല എന്നുള്ളതാണ് കോർപ്പറേഷനും അധികാരികളും ഒക്കെ നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി, നഗരം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓടയിലൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ മഴ തുടർന്നു നിൽക്കുമ്പോൾ എന്താകും അവസ്ഥ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.